നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചത് UDF ആണെന്ന് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. കള്ളത്തരം പൊളിഞ്ഞപ്പോൾ പോലീസിന് നേരെ കള്ളപ്രചാരണം നടത്തുകയായിരുന്നു. കോൺഗ്രസ് MP ഉൾപ്പെടെ ഇടപെട്ട് ആസൂത്രണം ചെയ്താണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയി സംഘർഷമുണ്ടാക്കിയതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ജനശ്രദ്ധയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് കലാപത്തിനുള്ള നീക്കമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പലതരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ചിലതെല്ലാം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ മറയ്ക്കാനുള്ള ഒരു മറയായിട്ടാണ് പേരാമ്പ്രയിൽ ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു നീക്കം, ഒരു കലാപമുണ്ടാക്കാനുള്ള ശ്രമം UDF തന്നെ ഗൂഢാലോചന നടത്തി ചെയ്തതെന്നാണ് MV ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. മറ്റൊരു വിഷയത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പള്ളുതുരുത്തി സ്കൂളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിന് ശേഷം വർഗീയവൽക്കരിക്കാൻ കോൺഗ്രസും SDPIയും ജമായത്തെ ഇസ്ലാമിയും ശ്രമിച്ചു. സംസ്ഥാനത്ത് സംഘർഷമുണ്ടാക്കാൻ പല രീതിയിലുള്ള നീക്കങ്ങളാണ് പല ഭാഗത്തു നിന്ന് ഉയരുന്നത്. സംഘർഷമുണ്ടാക്കാൻ UDF ശ്രമിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഈ കൂട്ടായ്മ സമൂഹം തിരിച്ചറിയണം. ശബരിമല വിഷയത്തിൽ അയ്യപ്പന്റെ ഒരു സ്വത്തും നഷ്ടപ്പെടാൻ പാടില്ലെന്ന ഉറച്ച നിലപാടോടെ സർക്കാരും കോടതിയും കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് SIT അന്വേഷണം ഫലപ്രദമായി മുന്നോട്ടു പോകുന്നതെന്നും ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തതും കുറ്റം ചെയ്തവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചെടുക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അയ്യപ്പ സംഗമം കലക്കാനുള്ള ശ്രമത്തിന്റെ ഈ ഒരു ഗൂഢാലോചനയെ തുടർന്നാണ് കാര്യങ്ങൾ പുറത്തു വന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒപ്പം എറണാകുളം സെന്റ് റീതാസ് സ്കൂളിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളിലും ഹിജാബ് വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ആരെയും സംരക്ഷിക്കില്ല. CPM എപ്പോഴും വിശ്വാസി സമൂഹത്തിന്റെ ഒപ്പമാണ്. അത് RSSനും മറ്റു മതവർഗീയവാദികൾക്കും ഇഷ്ടപ്പെടുന്നില്ല. ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടി ഇടപെടില്ല. G സുധാകരൻ വിഷയത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടു പോകാനാണ് ശ്രമിക്കുന്നത്. 75 വയസ്സ് കഴിഞ്ഞ് നിരവധി സഖാക്കൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആരെയും ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു തരത്തിലും വിശ്വാസി സമൂഹത്തെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിനും CPM അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടി ശ്രമിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അയ്യപ്പന് നഷ്ടപ്പെട്ട ഒന്നും തിരികെ ലഭിക്കാതിരിക്കില്ല, അത് തിരികെ ലഭിക്കട്ടെ എന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചപ്പോഴായിരുന്നു ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമം കലക്കാൻ ഗൂഢാലോചന നടന്നുവെന്നും അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരാളെയും ഒഴിവാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മാത്രമല്ല, പാർട്ടിക്കുള്ളിലെ പ്രശ്നം മുതിർന്ന നേതാവ് G സുധാകരനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു. ഒരുപാട് കാലം പ്രധാനപ്പെട്ട ചുമതലയിൽ ഉണ്ടായിരുന്ന ആൾക്ക് അത് ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ് അദ്ദേഹം ഇതിന് നൽകിയിട്ടുള്ള മറുപടി. ഏതായാലും കള്ളപ്രചാര വേല നടത്തുകയാണ് പല പാർട്ടികളും, പ്രത്യേകിച്ച് UDF അത്തരത്തിലൊരു നീക്കങ്ങൾ നടത്തുന്നു. മാധ്യമങ്ങൾ വാർത്ത ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കണ്ട എന്നുള്ള ഒരു വെല്ലുവിളി കൂടി MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്.